സമൂഹത്തിലെ വിവിധ മേഖലകളിലെ ഒരുപാട് മനുഷ്യരുമായി നല്ല ബന്ധമുണ്ടായിരുന്നയാൾ, മലബാറിലെ റിയൽ എസ്റ്റേറ്റ് വ്യാപാര രംഗത്ത് മികവുറ്റ മനുഷ്യൻ, പേര് മുഹമ്മദ് ആട്ടോ. മാമി എന്നാണ് അദ്ദേഹത്തെ അറിയുന്നവരെല്ലാം വിളിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ആ മനുഷ്യൻ കാണാമറയത്താണ്. 2023 ഓഗസ്റ്റ് 21 മുഹമ്മദ് ആട്ടൂർ എന്ന മാമി പതിവ് പോലെ കോഴിക്കോട്ടെ വീട്ടിൽ നിന്ന് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കായി പുറത്തിറങ്ങിയതായിരുന്നു. കാർ ഓടിച്ച് കോഴിക്കോട് നഗരത്തിലെത്തി. ആ ദിവസത്തെ പകൽ കഴിഞ്ഞതിൽ പിന്നെ മാമിയെ ആരും കണ്ടിട്ടില്ല. ഓഫീസിലും വീട്ടിലും എത്തിയില്ല. ഉറ്റവരെല്ലാം മൊബൈലിൽ വിളിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. അപ്പം ഈ ബിസിനസ് ടൂർ പോകാറുണ്ട്. അപ്പം നമ്മൾ ഒരു ദിവസം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ വിളിക്കാറില്ല. ലൈക്ക് എന്തായാലും വരുമല്ലോ. അപ്പം അങ്ങനെ ലോങ് എവിടെയെങ്കിലും പോയതാവെന്ന് വിചാരിച്ച. പക്ഷെ ഉപ്പ ഫോൺ ഒരിക്കലും സ്വിച്ച് ഓഫ് ആക്കൂല. ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തുനിന്നല്ല, അവിടെ നിന്ന് തന്നെയാണ് ഉപ്പ മിസ്സായത്. ആ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് ഉപ്പയുടെ ഓഫീസ്. അവിടെ നിന്ന് ഉപ്പ ഇറങ്ങിയതാണ്, ജസ്റ്റ് നടന്നിറങ്ങിയതാണ്. അവിടെ നിന്ന് പിന്നെ തലക്കുളത്തൂർ വരെ ഉപ്പയുടെ ടവർ കിട്ടിയിട്ടുണ്ട്. അത്രയും ട്രാവൽ ചെയ്ത് പോയിട്ടും എവിടെ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പം ബിലീവബിൾ അല്ലല്ലോ. നഗരത്തിലെത്തിയപ്പോൾ വാഹനത്തിന്റെ താക്കോൽ ഡ്രൈവർ രജിത്തിന് കൈമാറുകയും വാഹനവുമായി പോകാൻ പറയുകയും ചെയ്തു. മാമി പള്ളിയിൽ പോയി. പള്ളിയിലെ ഇമാം മാമിയെ കണ്ടിരുന്നു. പിന്നീട് മാമി തിരിച്ചെത്തിയപ്പോൾ വാഹനത്തിന്റെ താക്കോൽ ഡ്രൈവർ തിരിച്ചു നൽകുകയും ചെയ്തു. അന്വേഷണത്തിൽ രജിത്ത് നൽകിയ മൊഴിയിലുണ്ടായിരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. മാമയുടെ ഫോണിലേക്ക് അവസാനമായി വന്ന ഫോൺ കോൾ രജിത്തിൻ്റെതാണ്. അവസാനമായി കണ്ടതും രജിത്തിനെയാണ്. അതുകൊണ്ട് തന്നെ രജിത്ത് വഴിയുള്ള അന്വേഷണം ഫലപ്രാപ്തിയിലെത്തുമെന്ന് അന്വേഷണ സംഘം കരുതി. അപ്പം അത്രയും തോനെ സൗഹൃദങ്ങളുള്ള ഒരാളാണ്. ഉപ്പയുടെ ബിസിനസ്സും എന്തായാലും ഇപ്പം അത്രയും ബിസി ആയിട്ടുള്ള ആളാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് ആരായിട്ടൊരു പ്രശ്നവും അങ്ങനെ ഒന്നുള്ളതായിട്ട് നമുക്കറിയില്ല. ഇപ്പം ഉപ്പയുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉപ്പയാണ് അത് മിഡിൽ നിന്നിട്ട് അത് ഫുള്ള് പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യാം. കേസ് അന്വേഷിച്ച് നടക്കാവ് പോലീസ് ചെയ്യാതെ പോയ ചില കാര്യങ്ങളുണ്ട്. കാർ നിർത്തിയെന്ന് പറയുന്ന അരയിടത്ത് പാലത്തിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല. ആ സ്ഥലം കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണവും നടത്തിയില്ല. ഇത് പോലീസിന് സംഭവിച്ച വീഴ്ചയാണെന്ന് പറയുകയാണ് കുടുംബം. പിന്നാലെ പോലീസിൽ നിന്നുള്ള ഉന്നതരുടെ ഇടപെടൽ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന ആരോപണവുമായി PV അൻവർ രംഗത്തെത്തി. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ തന്നെ അവരെ പരിഗണിക്കാത്ത ഒരു അവസ്ഥാവിശേഷത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇനി പോകാൻ തന്നെ മടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ അങ്ങനെയാണ് അവർ CBIയിലേക്ക് പോവുക എന്നുള്ള ഒരു ധാരണയിലെത്തിയിട്ടുള്ളത്. ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് ഒന്നും കണ്ടെത്താനായില്ല. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടും മാമിയെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചില്ല. കുടുംബം മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കണ്ടിരുന്നു. ആദ്യം കേസ് അന്വേഷിച്ച പോലീസിന് വീഴ്ച പറ്റിയെന്ന ആരോപണം ശക്തമായി. ഇതോടെ ലോക്കൽ പോലീസിനെതിരെയാണ് ഇപ്പോഴത്തെ അന്വേഷണം. ഈ നടക്കാവിൽ കേസ് അന്വേഷിക്കുന്ന സമയത്ത് അവരുടെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ തന്നെ ചോദിച്ചല്ലോ, ഈ കേസിൽ വേറെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ചോദിച്ചപ്പം കാടിളക്കി പരിശോധന വേണ്ട, ഫയൽ കുത്തിക്കെട്ടിയാൽ മതി എന്ന് പോലീസ് ഭാഷ അങ്ങനെ തന്നെ ഉപയോഗിച്ചു. കാടിളക്കി പരിശോധന ഉണ്ടോ, ഇത് ഫയൽ കുത്തിക്കെട്ടിയാൽ. അപ്പോൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളതിൽ പോലീസിലെ ചില ഉന്നത ഇടപെടലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടേ. എത്രയോ പ്രമാദമായ കേസുകൾ അന്വേഷിച്ച് തെളിയിച്ച ചരിത്രം കേരള പോലീസിനുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി കാണാമറയത്തായ ഒരു മനുഷ്യനായി ഉറ്റവരെല്ലാം കാത്തിരിക്കുകയാണ്. സമഗ്രമായ അന്വേഷണം വേണം. കേസ് തെളിയിക്കണം. എന്താണ് സംഭവിച്ചതെന്ന് ഈ മലയാള നാടിന് അറിയുകയും വേണം. ജോം TKയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.